നമസ്കാരം. ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് വീണ്ടും സ്വാഗതം. തളിരിട്ട കിനാക്കൾതൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ലൻ വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. മലയാളികളെ ഒട്ടനവധി ഗാനങ്ങൾ കൊണ്ട് പാടി ഉറക്കിയ എസ് ജാനകി, പ്രിയങ്കരിയായ ജാനകി അമ്മ 1938 ജനിച്ച് 2026 നമ്മെ വിട്ടുപിരിഞ്ഞു. ഒട്ടനവധി ഗാനങ്ങൾ, 1600-ലധികം മലയാള ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയ തെന്നിന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ജാനകിയമ്മ പാടിയ ഗാനങ്ങളെല്ലാം, എല്ലാ ഗാനങ്ങളും മലയാളികളുടെ മനസ്സിൽ ഒരു കുളിര് കോരിയിടുന്ന ശബ്ദത്തിനുടമയാണ്. ഇന്ത്യയിൽ ഏകദേശം 48,000-ഓളം ഗാനങ്ങൾ ജാനകിയമ്മ ആലപിച്ചിട്ടുണ്ട്. ഈ 1938 മുതൽ 2017 വരെ, 2017 ജാനകിയമ്മ പ്രൊഫഷണലായി സിനിമകൾക്ക്, മറ്റുള്ള കാസറ്റുകൾക്കും അല്ലെങ്കിൽ ഓഡിയോസിനും വേണ്ടി പാടിക്കൊണ്ടിരുന്ന ജാനകിയമ്മ 2017 റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു. ഇനി സിനിമകൾക്കും മറ്റുള്ള ഓഡിയോസ് അതിനൊക്കെ പാട്ട് പാടുന്നത് ഞാൻ മതിയാക്കുകയാണ് എന്ന് പറഞ്ഞു. മലയാളികൾ മാത്രമല്ല, സിനിമ ഗാനത്തെയും സംഗീതത്തെയും സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു ഷോക്കായിരുന്നു. കാരണം എന്ത് മനോഹരമായ, ഇപ്പം നമുക്കറിയാം, അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം, അരികിലെൻ്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം. ഇങ്ങനെ യേശുദാസിനോടൊപ്പം മനോഹരങ്ങളായ ഗാനങ്ങൾ, സോളോയും ഡുവറ്റും ഒക്കെ നമ്മളിങ്ങനെ നിരന്തരമായി പാടി കേൾപ്പിച്ച ജാനകിയമ്മ. ഒരേ ഒരു മകനാണ് ജാനകിയമ്മയ്ക്ക്. അദ്ദേഹം എന്ത് ഭാഗ്യം ചെയ്ത ഒരു മകനാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഇത്രയും പാട്ടുകൾ പാടിയ വലിയൊരു ഗായികയായ, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, സൗമ്യയായി സംസാരിക്കുന്ന ആ അമ്മയുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ആ മകൻ എന്ത് ഭാഗ്യവാനാണ്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് കന്നഡയിലും മലയാളത്തിലുമാണ്. പിന്നെ തെലുങ്ക്, തമിഴ്, ഒഡിയ, അങ്ങനെ പഞ്ചാബി, ആസാമീസ്, സിംഹള ഭാഷ, ഇംഗ്ലീഷ്, അറബ് തുടങ്ങിയ ഒട്ടനേകം ഭാഷകളിൽ 48,000-ഓളം ഗാനങ്ങൾ ജാനകിയമ്മ ആലപിച്ചു. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലുള്ള ഗുണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജാനകിയമ്മയുടെ ജനനം. 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് വളരെയധികം ഒരു അടുപ്പം ജാനകിയമ്മ കാണിച്ചു തുടങ്ങി. ജാനകിയമ്മയുടെ പിതാവ് ശ്രീ രാമമൂർത്തി ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അദ്ദേഹം സിറ്റ്ല രാമമൂർത്തി എന്നാണ് അറിയപ്പെടുന്നിരുന്നത്. അതുപോലെ തന്നെ ജാനകിയമ്മയും സിറ്റ്ല രാമമൂർത്തി ജാനകി എന്നായിരുന്നു റെക്കോർഡിക്കൽ മുഴുവൻ പേരും. വളരെ ചെറുപ്പത്തിൽ സംഗീതത്തോട് കാണിച്ച ഈ ഒരു ഇഷ്ടം ജാനകിയമ്മയെ തുടർന്ന് സംഗീതം അഭ്യസിപ്പിക്കാൻ രാമമൂർത്തി എന്ന് പറയുന്ന പിതാവിന് പ്രചോദനമായി. വളരെ പ്രശസ്തനായിരുന്ന പൈഡി സ്വാമി എന്ന നാദസ്വര വിദ്വാനിൽ നിന്നായിരുന്നു ജാനകിയമ്മ സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ
പഠിച്ചെടുത്തത്. 9-ാം വയസ്സിലാണ് പൈഡി സ്വാമി എന്ന നാദസ്വര വിദ്വാൻ്റെ അടുക്കൽ നിന്ന് സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ ജാനകിയമ്മ പഠിച്ചു തുടങ്ങിയത്. ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ചെറുപ്രായത്തിൽ ശാസ്ത്രീയമായി വളരെ സീരിയസായി ജാനകിയമ്മ സംഗീതത്തോട് അല്ലെങ്കിൽ സംഗീത പഠനം നടത്തിയിട്ടില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. കാരണം ഇത്രയും വ്യത്യസ്തങ്ങളായ ചില തമിഴ് പാട്ടുകൾ, ജാനകിയമ്മയുടെ പഴയ ചില തമിഴ് പാട്ടുകളും മലയാളം പാട്ടുകളും നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ മനസ്സിലാവും. പല സംഗീത സംവിധായകരും ജാനകിയമ്മയുടെ പാട്ടുകളെപ്പറ്റി വ്യത്യസ്തങ്ങളായ, അതായത് കൊച്ചു കുട്ടികളുടെ ശബ്ദത്തിൽ, ജാനകിയമ്മയുടെ 60-70 വയസ്സുകളിലൊക്കെ പോലും പല വേദികളിലും കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ ജാനകിയമ്മ പാട്ട് പാടിയിട്ടുണ്ട്. എസ് പി ബാലസുബ്രഹ്മണ്യം പല വേദികളിലും ജാനകിയമ്മയെ നിർബന്ധിച്ച് ഈ കൊച്ചു കുട്ടികളുടെ ശബ്ദത്തിലുള്ള ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടുകൾ വേദിയിൽ നിർബന്ധിച്ച് ജാനകിയമ്മയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. വളരെ നാണത്തോടു കൂടി ജാനകിയമ്മ ആ പാട്ടുകൾ പാടുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കാരണം 70കളിലും 80 വയസ്സൊക്കെ ആയപ്പോഴും ജാനകിയമ്മ ഒരു കൊച്ചു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ആണ് സ്റ്റേജിലൊക്കെ പാട്ട് പാടുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരു പ്രത്യേക ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടാണ് വേദികളിൽ നിന്ന് ജാനകിയമ്മ പാട്ട് പാടുന്നത്. യഥാർത്ഥത്തിൽ ജാനകി അമ്മ എന്ന് പറയുന്ന ആ അമ്മയുടെ ഒരു മാതൃത്വം മലയാളികൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് പാട്ടുകളിലൂടെ. പ്രത്യേകിച്ച് ജാനകിയമ്മയുടെ വളരെ പോപ്പുലറായിട്ടുള്ള താരാട്ട് പാട്ടുകൾ. പിതാവിനോടൊപ്പം മദ്രാസിൽ എത്തിയതിന് ശേഷം ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനാലാപന മത്സരത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയതോടുകൂടിയാണ് എസ് ജാനകി, സിറ്റ്ല ജാനകി എന്ന് പറയുന്ന ആ വലിയ ഗായിക ലോകം അറിയപ്പെട്ടു തുടങ്ങിയത്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ആ ഗാനാലാപന മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചതോടുകൂടി സംഗീതജ്ഞരെല്ലാം, പ്രത്യേകിച്ച് സംഗീത സംവിധായകർ ജാനകിയമ്മയെ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകിയമ്മ ജോലിക്ക് കയറി എന്ന് വെച്ചാൽ ഗായികയായി. അന്ന് സ്റ്റുഡിയോകളിൽ ജോലിക്ക് കയറുക എന്ന് പറയുന്നത് ഒരു ഗായികയായിട്ട് തന്നെയാണ് സ്റ്റുഡിയോകളിൽ വർക്ക് ചെയ്യുന്നത്. ജാനകിയമ്മ പല പാട്ടുകളെയും കുറിച്ച് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു വേദിയിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം, താൻ പാടിയ ഏറ്റവും പ്രയാസമേറിയ ഗാനമെന്ന് പറയുന്നത് കന്നഡ ചലച്ചിത്രമായ ഹേമാവതിയിലെ പാട്ടാണ്. അതിലെ ശിവ ശിവ എന്നത നാളികയൊക്കെ എന്ന് പറയുന്ന ഒരു ഗാനമാണ് താൻ പാടിയതിൽ വെച്ച് ഏറ്റവും പ്രയാസമേറിയ പാട്ട്. റെക്കോർഡിങ്ങിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പാട്ടാണ്. പക്ഷേ ഇത്തരത്തിൽ തമിഴിലുമൊക്കെ ജാനകിയമ്മ വളരെ, അതായത് ഈ പാട്ടിൻ്റെ പിച്ച് ഭയങ്കര വേരിയേഷനുള്ള പല പാട്ടുകളും ജാനകിയമ്മ പാടി ഫലിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തോടി, ആഭേരി എന്നീ 2 രാഗങ്ങളിൽ എൽ വൈദ്യനാഥൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനത്തെക്കുറിച്ചാണ് ജാനകിയമ്മ ലെക്ചർ ഡെമോൺസ്ട്രേഷനിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രയാസമേറിയ, റെക്കോർഡ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ട്. അന്ന് ഇത്തരത്തിലുള്ള ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഡെവലപ്പ് ആവാതിരുന്ന സമയത്തൊക്കെ ഒറ്റ സ്ട്രെച്ചിനെ പാട്ടെടുക്കണം. ഇന്നങ്ങനെയല്ല, മുറിച്ച് പേസ്റ്റ് ചെയ്ത് ലൂപ്പ് ചെയ്തൊക്കെ ഗാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ അന്നൊക്കെ ജാനകിയമ്മ ഒറ്റ സ്ട്രെച്ചിന് അത് പാടുക, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിനോടൊപ്പം ചേർന്ന് പാടുക എന്നൊക്കെ പറയുമ്പോൾ റെക്കോർഡിങ്ങിൽ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഓരോ കാലഘട്ടങ്ങളായിരുന്നു. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് ജാനകിയമ്മയെ തേടിയെത്തിയിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇത്രയും പാട്ടുകാരും മികച്ച ഗായകരുമൊക്കെ ഉള്ളപ്പോൾ ഈ കാലയളവിൽ 4 തവണ ദേശീയ പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. പക്ഷേ ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം 4 തവണ അത് നേടി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നില്ല. കാരണം ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം 4 അല്ല 40 തവണ ദേശീയ പുരസ്കാരം നേടിയാലും 400 തവണ നേടിയാലും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ജാനകിയമ്മയ്ക്ക് അത്രയും പ്രാവശ്യത്തിൽ കൂടുതൽ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത്രയും മികച്ച നാദത്തിനുടമയാണ്, സംഗീതത്തിനുടമയാണ് ജാനകിയമ്മ. വളരെ ഈസി ആയിട്ടാണ് 1976 16 വയതിനിലെ എന്ന് പറയുന്ന
നമുക്കൊക്കെ അറിയാം. വളരെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ ലാലാ ലാലാ ലാ എൻ മന്നനെങ്കേ എൻ മന്നനെങ്കേ ലാലാ ലാലാ ലാ സിന്ദൂരപ്പൂവേ. എന്ത് റേഞ്ചാണെന്നറിയാമോ ആ ഒരു കണ്ഠനാളത്തിൽ നിന്ന് വരുന്ന ശബ്ദവും ആ ശബ്ദത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള സംഗീതവും. ഈ 2 ദിവസം മുമ്പ് ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു പടം വന്നു. ജാനകിയമ്മ ജീവനില്ലാതെ കിടക്കുന്ന ആ ഒരു ചിത്രം. അതിൻ്റെ താഴെ ഒരു വരി, അവസാനമായി ഒന്ന് കണ്ടോളൂ, ഇനി ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല എന്ന് ആരോ ഹൃദയഭേദകമായി എഴുതിയ വാക്കുകളാണ്. സത്യത്തിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ഒരു വാക്കായിരുന്നു അത്. വളരെ ഇത് പറയുമ്പോൾ പോലും നമുക്ക് ശബ്ദം ഇടറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആ ശബ്ദം, അല്ലെങ്കിൽ ചില വേദികളിലെങ്കിലും ഒരു പ്രത്യേക നിറത്തിലുള്ള പൂക്കളുള്ള, ചെറിയ പൂക്കളുള്ള അല്ലെങ്കിൽ ആ ഡിസൈനുള്ള സാരി ഉടുത്ത് നെറ്റിയിൽ നിറയെ ഭസ്മം പൂശി വളരെ ഭക്തിയോടുകൂടി വേദിയിലുള്ള എല്ലാവരെയും കൈകൂപ്പി തൊഴുതുകൊണ്ട് മൈക്കിന് മുമ്പിലേക്ക് വരുന്ന അമ്മ ഇനിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ എവിടെയോ ഒരു നോവ് നമുക്കുണ്ടാവും. 1980 ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിൽ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ 1984 തെലുങ്ക് ചിത്രമായ സിത്താരയിൽ വെന്നല്ലോ ഗോദാരി ആനന്ദം എന്ന് തുടങ്ങുന്ന പാട്ടിനും 1992 തമിഴ് ചിത്രമായ തേവർ മകനിലെ പാട്ട് ഭയങ്കര ഹിറ്റായതാണ്. ഇഞ്ചിയേടു പഴക മഞ്ചൾ സേവ പഴക ലലലലലല താനന നനനനനനന തനനനനനന ഇഞ്ചിയേടു പഴക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഫോക്കായിരുന്നാലും ഒരു വെസ്റ്റേൺ ചുവയുള്ള പാട്ടായിരുന്നാലും ഒരു തനി നാടൻ പാട്ടായിരുന്നാൽ പോലും അത് ഏത് ഭാഷയാണെങ്കിലും, മലയാളമായിരുന്നാലും തെലുങ്കായിരുന്നാലും കന്നഡ ആയിരുന്നാലും പഞ്ചാബി ആയിരുന്നാലും, ജാനകിയമ്മ പാടുന്ന പാട്ടുകൾ ഒരു മലയാളി അല്ല ഈ പാട്ട് പാടിയത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്ര നിത്യസുന്ദര നിർവൃതിയായി നിൽക്കുകയാണെന്നാത്മാവിൽ എന്ന് യേശുദാസ് പാടുമ്പോൾ വിശ്വമില്ല നീയില്ലെങ്കിൽ വീണലിയും ഞാനീ മണ്ണിൽ. ഇത് ഒരു മലയാളി അല്ല, വിശ്വമില്ല നീയില്ലെങ്കിൽ വീണലിയും ഞാനീ മണ്ണിലെന്ന് പാടിയത് ഒരു മലയാളി അല്ല എന്ന് ആരെങ്കിലും പറയുമോ? ആർക്കെങ്കിലും പറയാനാവോ? മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് 14 തവണ നേടിയ ഗായികയാണ്. അതുപോലെ തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡ് 7 തവണ, 14 തവണ മലയാളത്തിലും 7 തവണ തമിഴിലും. ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് 10 പ്രാവശ്യമാണ്. ഇത് ചെറിയ കാര്യമല്ല. ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം പല ഭാഷകളിൽ വർഷങ്ങളോളം മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ആ ഗായികയുടെ ഏറ്റവും മികച്ച ടാലൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡ് 1986 ജാനകിയമ്മയെ തേടിയെത്തി. ഈ കലൈമാമണി അവാർഡെന്ന് പറയുന്നത് ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണ്. തമിഴ്നാട് സർക്കാർ നൽകുന്ന കലാരംഗത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നാണ്. അതുപോലെ 1987 കേരള സിനിമ ആർക്കൈവ് അവാർഡ്, 2002 സ്പെഷ്യൽ ജൂറി സ്വരലയ യേശുദാസ് അവാർഡ്, സ്വരലയും കൈരളിയും ചേർന്ന് നൽകുന്ന യേശുദാസിൻ്റെ പേരിൽ നൽകുന്ന അവാർഡ് 2002 ജാനകിയമ്മയ്ക്കും 2025 ലഭിച്ചു.
2013 കേന്ദ്ര സർക്കാർ ജാനകി അമ്മയ്ക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചുവെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ജാനകി അമ്മ ഈ അവാർഡ് വേണ്ടെന്ന് വയ്ക്കുകയാണ് ഉണ്ടായത്. മൂടുപടം എന്ന് പറയുന്ന സിനിമയിലാണ് ജാനകി അമ്മ വളരെ പോപ്പുലറായിട്ടുള്ള തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ലൻ വിരുന്നുകാരൻ എൻ്റെ വിരുന്നുകാരൻ. പിന്നെ വസന്ത പഞ്ചമി നാളിൽ ഭാർഗവി നിലയം സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ ആരെ സ്വപ്നം കാണുവതാരെ പ്രേമപൂജ പുഷ്പവുമായി നിൻ തേടുവതാരെ ആരെ തേടുവതാരെ ആരെ. ഇത് കാട്ടുതുളസി എന്ന് പറയുന്ന സിനിമയിൽ ജാനകിയമ്മ പാടിയ പാട്ടാണ്. അതുപോലെ കവിളത്ത് കണ്ണീർ കണ്ടു അന്വേഷിച്ച് കണ്ടെത്തിയില്ല മതിമുകിലെ കടത്തുകാരൻ എന്ന സിനിമയിൽ പാട്ട്. അതുപോലെ താമരക്കുമ്പിളല്ലോ മമ ഹൃദയം അതിൽ താതാ നിൻ സംഗീത ഇത് അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറയുന്ന സിനിമയിൽ. അതുപോലെ വളരെ പ്രശസ്തമായ പാട്ടാണ് അവിടുന്നെൻ ഗാനം കേൾക്കാൻ. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനം. ഇത് പരീക്ഷ എന്ന് പറയുന്ന ഒരു സിനിമയിൽ, അതുപോലെ തന്നെ എൻ പ്രാണനായകനെ എന്ന് പറയുന്ന ഒരു സിനിമ, അത് പരീക്ഷ എന്ന് പറയുന്ന അത് വളരെ ഹിറ്റാണ്. പിന്നെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ, ഇത് ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സിനിമയിൽ. പിന്നെ അതുപോലെ ഒരുപാട് ഹിറ്റുകാണ്. താനേ തിരിഞ്ഞും മറിഞ്ഞും എൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കും മധുമാസ ചന്ദന ചന്ദ്രലേഖ. എനിക്ക് പെട്ടെന്ന് വരികൾ ഓർമ്മ വരില്ല, അത്രയ്ക്ക് ഹിറ്റ് ഗാനങ്ങൾ മാത്രം പാടിയ ഒരു ഗായികയാണ്. പിന്നെ അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ മാവ് പൂത്തു മാതളം പൂത്തു എന്ന് തുടങ്ങുന്ന ഗാനം, ഇന്നലെ നീയൊരു എന്ന് തുടങ്ങുന്ന ഗാനം സ്ത്രീ എന്ന് പറയുന്ന സിനിമയിൽ. അതുപോലെ മലർക്കൊടി പോലെ വന്ന കൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ. മറക്കാൻ പറ്റാത്ത പാട്ടുകളാണ്. വിഷുക്കണി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ മലർക്കൊടി പോലെ എന്ന് പറയുന്ന പാട്ട്. പിന്നെ ഓളങ്ങളിലെ തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാലിനിലകളിലായത്തിൽ തൊട്ടേ വരാം. ഇതുപോലെ എല്ലാ പ്രായക്കാർക്കും പാടി നടക്കാനുള്ള ഒരുപാട് പാട്ടുകൾ ജാനകി. നമുക്ക് അത്ഭുതമായിരുന്നു ഈ ശബ്ദത്തിൽ ഇത്രയും മനോഹരമായ പാട്ടുകൾ. എല്ലാ ഭാഷകളിലെയും സംഗീത ആസ്വാദകരെ പോലെ മലയാളികളും ഒരുപാട് അത്ഭുതപ്പെട്ട പാട്ടുകളായിരുന്നു ജാനകിയമ്മയുടെ. അതുപോലെ കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ, എന്ത് മനോഹരമായ പാട്ടാണ്. അതുപോലെ നമുക്ക് ജയൻ എന്ന് പറയുന്ന ഒരു നടനെ ആലോചിക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന പാട്ടുകളാണ്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ഇപ്പോൾ ഞാൻ മൂളിയ ഈ പാട്ടുകൾ പല കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ്. നമ്മുടെയൊക്കെ തലമുറയിൽ ബാലഗോപാലനെ എണ്ണ തേപ്പിച്ച ഓലത്തുമ്പത്തിരുന്ന് ഊയാലാടുന്ന ചെല്ലക്കിളി, ഇങ്ങനെയുള്ള മനോഹരമായ പാട്ടുകൾ പാടിയ
അവസാനം 2017 ഞാൻ പാട്ട് പാടി നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ച ജാനകിയമ്മ നമ്മെ വിട്ടുപിരിഞ്ഞു. എക്കാലത്തെയും മികച്ച പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ആ വലിയ കലാകാരിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഫ്രെയിം ടു ഫ്രെയിമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.